ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കിയ രാഷ്ട്രീയ കക്ഷികൾ. 6ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസിനോടും ബിജെപിയോടും നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇറാൻ പ്രസിഡന്റിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ടെഹ്റാനിൽ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. IPL എലിമിനേറ്റർ മത്സരത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6-7 ഘട്ടങ്ങളിലേക്കുള്ള പരസ്യപ്രചാരണം രാജ്യത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. 6ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ ബസ്തി, ശ്രാവസ്തി ജില്ലകളിലും പശ്ചിമ ഡൽഹിയിലും പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തു. നാളെ ശ്രീ നരേന്ദ്രമോദി ഹരിയാനയിലെ ഭിവാനി, മഹേന്ദർഗഡ് മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബിജെപി നേതാവുമായ അമിത്ഷാ പശ്ചിമബംഗാളിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി. കാന്തി ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ഖട്ടലിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം വികസന വിഷയത്തിൽ പശ്ചിമബംഗാൾ സർക്കാരിനെ വിമർശിച്ചു. പുരുലിയയിലും അദ്ദേഹം പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഹരിയാനയിലെ മഹേന്ദ്രഗഡ്, കർണാൽ, കുരുക്ഷേത്ര, ഭിവാനി മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനിറങ്ങി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹരിയാനയിലെ സോനിപട്ടിലും ചർഖി, ദാദരി ജില്ലകളിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. അഗ്നിവീർ പദ്ധതിയെ അദ്ദേഹം വിമർശിച്ചു. INDIA അധികാരത്തിലെത്തിയാൽ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്നും കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ പ്രചാരണ റാലിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സംബന്ധിച്ചു. 6ാം ഘട്ട വോട്ടെടുപ്പ് ശനിയാഴ്ചയും അവസാന ഘട്ട വോട്ടെടുപ്പ് ജൂൺ 1-നുമാണ്. 7 ഘട്ടങ്ങളുടെയും വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടത്തിൽ 904 സ്ഥാനാർത്ഥികളാണ് 8 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി മത്സരരംഗത്തുള്ളത്. ജൂൺ 1-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 57 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കായി ആകെ 2105 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടിരുന്നു. പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസിനോടും ബിജെപിയോടും നിർദ്ദേശിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളും നടത്തരുതെന്ന് താരപ്രചാരകർക്ക് നിർദ്ദേശം നൽകണമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രതിരോധ സേനയെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കോൺഗ്രസ് താരപ്രചാരകർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. രാജ്യത്തിന്റെ ഭരണഘടന സംബന്ധിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് സെയ്ദ് ഇബ്രാഹിം റെയ്സി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ എന്നിവരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ടെഹ്റാനിലെത്തി. ഉപരാഷ്ട്രപതിയെ ഇറാൻ അധികൃതർ സ്വീകരിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എന്നിവരും ഇറാൻ സർക്കാരിനും ജനങ്ങൾക്കും അനുശോചനം അറിയിച്ചു. ഞായറാഴ്ചയാണ് ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ വടക്കു പടിഞ്ഞാറൻ ഇറാൻ മേഖലയിൽ തകർന്നു വീണത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2023-24 സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര സർക്കാരിന് അധികമായി 2,10,874 കോടി രൂപ കൈമാറുന്നതിന് അംഗീകാരം നൽകി. ഇന്ന് മുംബൈയിൽ ഗവർണർ ശക്തികാന്ത ദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന റിസർവ് ബാങ്കിന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ 608ാമത് യോഗത്തിലാണ് തീരുമാനം. സമ്പദ് വ്യവസ്ഥ ശക്തവും സുസ്ഥിരവുമായി തുടരുന്നതിനാൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ കണ്ടിൻജന്റ് റിസ്ക് ബഫർ CRB 5.5 നിന്നും 6.5% ഉയർത്താൻ തീരുമാനിച്ചു. ഗാസയിലേക്കുള്ള മരുന്നുകളുടെയും മറ്റ് ആരോഗ്യ സേവനങ്ങളുടെയും മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട് ലോകാരോഗ്യ സംഘടന. വടക്കൻ ഗസയിൽ അവശേഷിക്കുന്ന 2 ആശുപത്രികളുടെ അവസ്ഥ പരിതാപകരമാണെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രസ് അദനാം ഗബ്രിയേസസ് ജനീവയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായി ടോം ലോം തെരഞ്ഞെടുക്കപ്പെട്ടു. വിയറ്റ്നാം ദേശീയ അസംബ്ലിയുടെ ഹനോയിയിലെ ആസ്ഥാനത്ത് നടന്ന വോട്ടെടുപ്പിലാണ് പൊതുസുരക്ഷാ മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. അഴിമതി ആരോപണത്തെ തുടർന്ന് വിയറ്റ്നാമിന്റെ മുൻ പ്രസിഡന്റ് വോ വാൻ തുവോങ് രാജിവെച്ച സാഹചര്യത്തിലാണ് പുതിയ നിയമനം.
ഇന്ത്യൻ നയതന്ത്ര ദൌത്യങ്ങൾക്ക് UAE എക്സലൻസ് അവാർഡ് ദാന ചടങ്ങിൽ അംഗീകാരം. UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിലാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിക്കും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിനും പുരസ്കാരം ലഭിച്ചത്. ഇതോടെ UAE എക്സലൻസ് അവാർഡ് ദാന ചടങ്ങിൽ ഇരട്ട ബഹുമതികൾ ലഭിക്കുന്ന ഏക രാജ്യമായി ഇന്ത്യ മാറി. UAEയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീറും ദുബായ് CGIയിലെ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവനും ചേർന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി. 17 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഘാട്ട്കോപ്പർ പരസ്യബോർഡ് അപകട കേസിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പരസ്യബോർഡിന് ഉത്തരവാദിയായ കമ്പനി ഉടമയുടെ വസതിയിൽ പരിശോധന നടത്തിയതായി SIT ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞയാഴ്ച രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്ന് കമ്പനി ഉടമ ഭവേഷ് ഭിഡയെ മുംബൈ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ മാസം 13-നാണ് മുംബൈയിലെ ഘട്ട്കോപ്പർ പ്രദേശത്തെ പെട്രോൾ പമ്പിൽ സ്ഥാപിച്ചിരുന്ന പരസ്യബോർഡ് തകർന്നു വീണ് അപകടമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. IPL ക്രിക്കറ്റ് ഇപ്പോൾ നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടുന്നു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഈ മത്സരത്തിലെ വിജയികളാകും വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുക. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഏർപ്പെടുത്തിയ രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇന്ത്യയുടെ ഉത്തര മധ്യ മേഖലകളിൽ ഉഷ്ണതരംഗം ശക്തമായി തുടരുന്നു. അടുത്ത 5 ദിവസത്തേക്ക് കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ചില സ്ഥലങ്ങളിൽ പരമാവധി താപനില 44 ഡിഗ്രി സെൽഷ്യസും ശനിയാഴ്ചയോടെ 46 ഡിഗ്രി സെൽഷ്യസുമായി ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം അടുത്ത 3 ദിവസം ദക്ഷിണേന്ത്യയിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാജസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിലും അടുത്ത 3 ദിവസത്തേക്ക് കടുത്ത ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും പകൽ താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ജമ്മു കശ്മീരിൽ ഉഷ്ണതരംഗം രൂക്ഷമായി തുടരുന്നു. ജമ്മുവിലെ ഉയർന്ന താപനില ഈ മാസം അവസാനത്തോടെ 44 ഡിഗ്രി സെൽഷ്യസ് കടന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജമ്മുവിൽ പകൽ താപനില 41 ഡിഗ്രി മുതൽ 42 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദൂഷ്യഫലങ്ങളിലേക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി 2 ദിവസം നീണ്ടുനിൽക്കുന്ന അന്താരാഷ്ട്ര സംവാദം നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ആരംഭിച്ചു. നാളെ സമാപിക്കുന്ന സംവാദത്തിൽ 25 രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം പർവ്വത ദ്വീപ് രാഷ്ട്രങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന വിഷയത്തിലാണ് സംവാദങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ലോക ജൈവ വൈവിധ്യ ദിനം ആചരിച്ചു. ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതിന്റെ പ്രസക്തിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. പരിസ്ഥിതിയെക്കുറിച്ചും ഭൂമിയിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ രോഗികളോട് ഇടപഴകുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി ബീന ജോർജ്. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ സംബന്ധിച്ച് ആവർത്തിച്ചുള്ള പരാതികൾ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. 6ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസിനോടും BJPയോടും നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇറാൻ പ്രസിഡന്റിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ടെഹ്റാനിൽ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. IPL എലിമിനേറ്റർ മത്സരത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.